പ്രവാസി ഇന്ത്യക്കാർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്താൻ ഇലക്ട്രോണിക് പോസ്റ്റൽ വോട്ടിംഗ് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. ഇതിനായി ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്യണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശ കേന്ദ്ര സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചു. സത്യവാങ്മൂലത്തിലൂടെ ഇക്കാര്യം ഉടൻ സുപ്രീംകോടതിയെ അറിയിക്കാൻ തീരുമാനമായി. പ്രവാസികൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തുന്നതിനായി 2 സംവിധാനങ്ങളാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വച്ചിരുന്നത്. ഇലക്ട്രോണിക് പോസ്റ്റൽ വോട്ടിംഗും പകരക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിക്കലും. ഇതിൽ ഇന്റർനെറ്റിൽ നിന്ന് ബാലറ്റ് പേപ്പർ ഡൗൺലോഡ് ചെയ്ത് പോസ്റ്റലിൽ തിരിച്ചയക്കുന്ന ഇ പോസ്റ്റൽ വോട്ടിംഗ് ആണ് ഫലപ്രദമെന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര സർക്കാർ. തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെയും നിയമമന്ത്രാലയത്തിലെയും ഉന്നതോദ്യോഗസ്ഥർ തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് അന്തിമ ധാരണയായത്. പ്രവാസി വ്യവസായി ഡോക്ടർ ഷംസീർ വയലിൽ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലെ ആവശ്യത്തോട് യോജിച്ചാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. പ്രവാസികൾക്ക് ഫലപ്രദമായി വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനം എങ്ങനെ നടപ്പാക്കാമെന്ന് സുപ്രീംകോടതി നേരത്തെ ആരാഞ്ഞിരുന്നു. നിയമ ഭേദഗതിയിലൂടെ ഇ പോസ്റ്റൽ വോട്ടിംഗ് കൊണ്ടുവരാമെന്ന് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിലൂടെ വ്യക്തമാക്കും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ജനപ്രാതിനിധ്യ നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിനായുള്ള നടപടികൾ കേന്ദ്ര നിയമമന്ത്രാലയം ആരംഭിക്കും. ഇതിനായി ലെജിസ്ലേറ്റീവ് സെക്രട്ടറിയെ കേന്ദ്രം ചുമതലപ്പെടുത്തി. സർക്കാർ തീരുമാനത്തെ ഹർജിക്കാരനായ ഡോക്ടർ ഷംസീർ വയലിലിന്റെ അഭിഭാഷകർ കോടതിയിൽ പിന്തുണയ്ക്കുമെന്നാണ് സൂചന. ഷംസീറിനു വേണ്ടി കപിൽ സിബൽ, ഹരീഷ് സാൽവെ, ഹാരിസ് ബീരാൻ എന്നിവർ ഹാജരാകും. ചീഫ് ജസ്റ്റിസ് എച്ച് എൽ ദത്തുവിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് 14-ാം തീയതിയാണ് കേസ് പരിഗണിക്കുക. കഴിഞ്ഞ 1 പതിറ്റാണ്ടിലേറെയായി പ്രവാസി ഭാരതീയ ദിവസിൽ വരുന്ന പ്രധാന ആവശ്യമാണ് വിദേശ ഇന്ത്യക്കാർക്ക് ജോലി സ്ഥലങ്ങളിൽ നിന്ന് വോട്ട് ചെയ്യാൻ സൗകര്യം ഏർപ്പെടുത്തണമെന്നത്. ഈ വർഷത്തെ പ്രവാസി ഭാരതീയ ദിവസ് ആരംഭിക്കുമ്പോൾ തന്നെ ഈ ആവശ്യം നിറവേറ്റപ്പെടുന്നുവെന്നതും ശ്രദ്ധേയം. ബി ബാലഗോപാലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ, ദില്ലി.